ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഖൽബ് എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. ഈ മൂവി ഞാനിപ്പം കഴിഞ്ഞ ഡിസംബറിലാണ് മൂവി ഞാൻ ആമസോൺ പ്രൈമിൽ കണ്ടത്. OTT-ൽ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കിപ്പോഴും അത്ഭുതം. ശരി, മൂവി ഇങ്ങനത്തെ ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രണയ മൂവി എങ്ങനെ ഫ്ലോപ്പായി പോകുന്നത് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജാതി പടമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എല്ലാ ആക്ടേഴ്സും. ഇപ്പോൾ അതിലിപ്പോൾ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയാലും എന്താ പറയുക, ഇതിലെല്ലാം മെയിൻ ഹീറോസ് ആയാലും കിട്ടുന്ന പെർഫോമൻസ് ആയിരുന്നു. അതിപ്പോൾ ഇമോഷണലായാലും കോമഡി ആയാലും റൊമാൻറ്റിക് സീനായാലും ഒക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല രണ്ട് ഫൈറ്റ് സീക്കളൊക്കെ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഈ മൂവിയിലേക്ക് വരാം, അതിന് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വരാം. സാജിദ് യഹിയ കഥയും സംവിധാനം ചെയ്ത മൂവിയാണിത്. ഒപ്പം തിരക്കഥ സംഭാഷണം സാജിദ് യഹിയ ആൻഡ് സുഹൈൽ കോയ. അമൽ മനോജാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. DOP ചെയ്തിരിക്കുന്നത് ശരൺ ശ്രീനിവാസ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രകാശ് അലക്സ്. പിന്നെ രണ്ടുപേരും കൂടി ഉണ്ട്. അപ്പം ഇതിൻ്റെ BGM ചെയ്തിരിക്കുന്നത് പ്രകാശ് അലക്സാണ്. സമീറ സനീഷാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് സഞ്ജീവ് ആൻഡ് നേഹ നസ്നീൻ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നത്. കാൽപ്പോ ആൻഡ് കൽബ് അപ്പം തുമ്പി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും. അപ്പം സിദ്ദീഖ് ഉണ്ട്, പിന്നെ ശ്രീധന്യ, ഒരു കാർത്തിക്, പിന്നെ ലെന ഉണ്ട്. വേറെ കുറേ ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ജാഫർ ഇടുക്കിയൊക്കെ ഉണ്ട്. ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പ്രണയ മൂവി. ആക്ച്വലി ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് നല്ല എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസാണ് ഇഷ്ടപ്പെട്ട്. തുമ്പിയും കാൽപ്പോ എന്നുള്ള ക്യാരക്ടർ ചെയ്ത് ഒരു രക്ഷയിലായിരുന്നു പെർഫോമൻസ്. അതിപ്പോൾ സ്റ്റാർട്ടിങ് ഇവർ രണ്ടുപേരും കാണുന്നൊരു സീനുണ്ട്. ഫസ്റ്റായിട്ട് ഒരു കിളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാൽപ്പം ഒരു മരത്തിന് മുകളിൽ കയറിയിട്ട് പോയി. ആ സീനിൽ അവളുടെ ആ സമയത്തുള്ള ഒരു സ്കോറുണ്ട്. അയ്യോ, ഇച്ചാദ്യ സാധനം. ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ ഈ മൂവിയൊക്കെ അത്യാവശ്യം റണ്ണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സീൻസൊക്കെ വേറെ ലെവലായിരുന്നു. ഇതെങ്ങനെ ഫ്ലോപ്പ് എന്ന് എപ്പോഴും എനിക്ക് പറ്റുന്നില്ല. അത്രയും അല്ല, ഇതിൽ ഒരുപാട് സീൻസ്. ഇപ്പോൾ നേഹ എന്ന് പറഞ്ഞ വിഷ്ണുയിൽ നായിക, പുതുമുഖ നായികയാണ്. അവിടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആക്ടർ. പുള്ളിക്കാർ രണ്ടുപേരും എനിക്കൊന്ന് ജീവിക്കാൻ തോന്നുന്നു. ജാതി പെർഫോമൻസ് ആയിരുന്നു ഓരോ സീനിലും. അപ്പോൾ അവരുടെ റൊമാൻറ്റിക് സീനായാലും അവരുടെ ഇമോഷണൽ സീനായാലും ഒക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അവിടെ സോങ് സീക്കളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കിട്ടില്ല വിഷ്വൽസ്, മേക്കിങ്, അയ്യോ സാധനം കിട്ടിയ സാധനമാണ്. എന്നാലും ശരൺ ശ്രീനിവാസ് എൻ്റെ സിനിമാറ്റിക് ഇരിക്കുന്നത് ഓരോ ഷോട്ട്സ്, കട്ട് ഷോട്ട്, മിഡിൽ ഷോട്ട്, വൈഡ് ഷോട്ടൊക്കെ ഒരു രക്ഷയിലായിരുന്നു. VFX വർക്കും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് മാത്രം ചെറിയ ഇതുണ്ട്, ബാക്കിയൊക്കെ കിട്ടില്ലായിട്ടുണ്ടായിരുന്നു. അവരുടെ എഡിറ്റിംഗ് ആയാലും പൊള്ളിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മികച്ച കളർ ഗ്രേഡിംഗ് ആണ്. അതുപോലെ DA വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കളർ ഗ്രേഡിങ് എസ്പെഷ്യലി നൈറ്റ് ഷോട്ടൊക്കെ ഒരു രക്ഷയില്ലെന്നും പറയാനില്ല. പിന്നെ ആക്ച്വലി കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് സമീറ സനീഷിൻ്റെ റേഞ്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടറും. ഇപ്പോൾ അതിൽ സിദ്ദീഖിൻ്റെ ക്യാരക്ടറായാലും, ഇപ്പോൾ അതുപോലെ കാർത്തിക് ചെയ്ത ക്യാരക്ടർ ഇതിലൊക്കെ അറിയാൻ പറ്റും. ഇതിലുള്ള യൂട്യൂബറാണ് പുള്ളിയുടെ പെർഫോമൻസ് എല്ലാ പെർഫോമൻസ് ആയിരുന്നു, രക്ഷയില്ല. അപ്പോൾ എക്സ്പീരിയൻ എടുത്തു പറയേണ്ടത് ലെനയും പിന്നെ അതുപോലെ ഈ തുമ്പി എന്ന ക്യാരക്ടറിൻ്റെ അച്ഛനോട് വരുന്ന ക്യാരക്ടർ, പുള്ളിയുടെ പേരും കിട്ടുന്നില്ല. പുള്ളിക്കാർ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ലെന നല്ല പെർഫോമൻസ് ആയിരുന്നു. ലെന പിന്നെ പുള്ളിക്കാരുടെ റീച്ചിലേക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. സിദ്ദീഖായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. എക്സ്പെഷ്യലി ഇമോഷണൽ സീനായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സീൻസൊക്കെ നല്ല സോങ്സ് ഉണ്ട് ഇതിൽ. സോങ്സൊക്കെ എനിക്ക് എക്സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലുള്ള 1-2 സോങ്സ് ഉണ്ട് ഇവർ തമ്മിലുള്ള. അതുപോലെ സെക്കൻഡ് ഹാഫിലുള്ള സോങ്സും ഒക്കെ എനിക്ക് മെയിൻ ഫേവറേറ്റ് സോങ്ങാണ്. ഒരുപാട് സോങ്സ് ഇതിൻ്റെ പുറത്തിലുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 8 സോങ്ങിനടുത്തോളം ഉണ്ടോ തോന്നുന്നു. 8-ന് പുറത്തുണ്ടാകുമ്പോൾ ഇടയ്ക്കിങ്ങനെ സോങ്സ് വരുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നൊരു ക്രിഞ്ചായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ചില ആളുകൾ പറയും, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഈ സോങ്സ് ഭയങ്കര ഇതായി പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് സോങ്സ് അങ്ങനത്തെ ഒരു ഇതും തോന്നിയിട്ടില്ല. ഞാൻ നല്ല രസമായിട്ട് ഞാൻ ആമസോൺ പ്രൈമിൽ ഈ മൂവി കണ്ടു. ഒരു സീൻ പോലും സ്കിപ്പ് അടിക്കേണ്ടി വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് മുതൽ 2.5 മണിക്കൂർ നല്ല എൻജോയ് കാണാൻ പറ്റി. കഴിഞ്ഞ ഡിസംബറിലാണ് കണ്ടത്. ഇപ്പോഴും ഞാനൊക്കെ മൂവി കാണാറുണ്ട്, എൻ്റെ ഫോണിൽ നിന്ന് കാണാറുണ്ട്. എടുത്തു പറഞ്ഞ പെർഫോമൻസ് ആണ്. ആക്ച്വലി ക്ലൈമാക്സിനൊക്കെ രക്ഷയിലായിരുന്നു. ഇവർ തമ്മിലുള്ള ഇമോഷണൽ സീൻസൊക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ കഥയിലേക്ക് വരുന്നില്ല. കഥ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കാണാത്ത ആളുകളുണ്ടാവും ഈ മൂവി. അപ്പോൾ അവർക്കൊരു ഇത് കളയുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല, എൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പെർഫോമൻസ് മാത്രം പറയുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ എന്താ പറയുക, സാജിദ് യഹിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ മൂവി ഇതിനും പലരും കണ്ടു കാണാൻ വിചാരിക്കുന്നു. ഇടി എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു, ജയസൂര്യ രമേശ് മൂവിയായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു.
പിന്നെ ഇപ്പോൾ ഈ മൂവി ഇതും നല്ല രസമുള്ള മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ സീൻസ് ഡയലോഗ്സൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊരു സീനുണ്ട്, ഇവർ ഒരു ബോട്ടിൽ പോയിട്ട് അവർ ഇതിൽ കാണുന്ന സീനുണ്ട്, ഡോൾഫിൻ കാണുന്ന സീൻ. ആ സീൻസൊക്കെ നല്ല രസമാണ്. ആ സമയത്തുള്ള സ്കോറും ആ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട്, കിട്ടുമായിട്ടുണ്ട് സീക്വലൊക്കെ. അതുപോലെ ഇതിൽ 2 ഫൈറ്റ് സീക്വലുണ്ട്. അയ്യോ, ആ തിയേറ്ററിൽ നിന്നുള്ള ഫൈറ്റ് വേറെ ലെവലായിരുന്നു, ഒരു രക്ഷയില്ല. കിട്ടില്ല ഫൈറ്റ് നല്ലത്. അതൊക്കെ ഡോൾബി തിയേറ്ററിൽ പോയി കാണുമ്പോൾ വേറെ ലെവലടിക്കും. സ്പെഷ്യലി ഞാൻ പറഞ്ഞു എൻ്റെ BGM ആണ് പടത്തിൻ്റെ മെയിൻ എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള റൊമാൻസ് ആയാലും മറ്റുള്ള എല്ലാ സീക്വലായാലും ഒക്കെ കിടലം സ്കോറാണ് കൊടുത്തിരിക്കുന്നത്, പ്രകാശ് അലക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു റൊമാൻറ്റിക് മൂവിയാണ്. ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്, നല്ല കോമഡി ഉണ്ട്, ആക്ഷനുണ്ട്. ഇവിടെ പ്രണയിക്കാൻ പോകുന്ന ആളുകൾക്ക് നല്ല എക്സ്പീരിയൻസ് ആവും ഈ മൂവി എന്ന് ഞാൻ പറയുന്നു. ഇപ്പം ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇല്ല തുമ്പിനാരെ ക്യാരക്ടർ ചെയ്ത് നസീൻ ചെയ്യുന്ന ക്യാരക്ടർ. ഈ ഒരു പുള്ളിക്കാരി രക്ഷയിലായിരുന്നു. പുള്ളിക്കാരിൻ്റെ ക്ലൈമാക്സ് സീൻ അടിപൊളിയായിരുന്നു. അതുപോലെ രഞ്ജിത്ത് സജീവ് ചെയ്യുന്ന ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ആ ലെവലിലാണ് ഇവർ രണ്ടുപേരും പെർഫോം ചെയ്തിരിക്കുന്നത് ഓരോ സീൻസിലും. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ മൂവി ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ പോയി കാണുന്നുള്ളൂ തിയേറ്ററിൽ. എന്ന് വെച്ചാൽ ഇപ്പം OTT ഞാൻ ഈ മൂവി OTT കണ്ട സമയത്ത് തന്നെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ OTT റിലീസ് ചെയ്ത് നെക്സ്റ്റ് ഡേ യൂട്യൂബിലും മറ്റിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി പോയത്. ഈ മൂവിയെ കുറിച്ചുള്ള പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ. അപ്പോൾ അവരെ കണ്ടിട്ട് നല്ല അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അന്നിവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇതിൻ്റെ മൂവി റിവ്യൂ ചെയ്യാൻ വേണ്ടി. എനിക്കത് സംഭവം വിട്ടുപോയി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഇതായത്. പിന്നെ ഇപ്പം ഇതൊരു റൊമാൻറ്റിക് മന്താണല്ലോ, February 4 വാലൻറ്റൈൻ ടൈമാണ്. അതുകൊണ്ടാണ് ഈ മൂവിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളുടെ എൻ്റെ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ഗുഡ് നൈറ്റ്.